നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പിണറായി വിജയൻ ഭരണത്തിൽ കേരള പോലീസ് ശവന്തീനികളായി മാറിയെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു കുറ്റപ്പെടുത്തി. തൊടുപുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച സമര സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂഭേദഗതി നിയമത്തിന്റെ ചട്ടം കേരളത്തിന്റെ വികസനം സ്തംഭിക്കുമെന്ന് ആം ആദ്മി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എതിരെ DYFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പട്ടികവർഗ സങ്കേതങ്ങളെ റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കി ഉപാധിരഹിത പട്ടയം നൽകണമെന്ന് അഖില തിരുവിതാംകൂർ മലയാറിയ മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പിണറായി വിജയൻ ഭരണത്തിൽ കേരള പോലീസ് ശവന്തീനികളായി മാറിയെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു കുറ്റപ്പെടുത്തി. KPCC നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലുള്ള സമര സദസ് തൊടുപുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MH സജീവ് അധ്യക്ഷത വഹിച്ചു. പിണറായി വിജയൻ ഭരണത്തിൽ കേരള പോലീസ് ശവന്തീനികളായി മാറിയെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു കുറ്റപ്പെടുത്തി. മനുഷ്യത്വം നഷ്ടപ്പെട്ട കാക്കിക്കുള്ളിലെ കാബാലികൾ മൃഗങ്ങളെ പോലെ ലജ്ജിപ്പിക്കുന്ന വിധമുള്ള ക്രൂരകൃത്യങ്ങളാണ് ലോക്കപ്പിനുള്ളിലും പുറത്തും നടത്തിവരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ മാർച്ചിനോട് കാണിച്ച പോലീസ് സമീപനം മനസാക്ഷിയുള്ള ആർക്കും അംഗീകരിക്കാവുന്നതല്ല. ഇത്തരം ക്രിമിനലുകൾക്കെതിരെ അവരുടെ വീടുകളിലേക്കുള്ള സമരത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. KPCC നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലുള്ള സമര സദസ് തൊടുപുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് സാബു തൊടുപുഴയിൽ DYSP ആയിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ മാറി മാറി വിളിച്ചപ്പോൾ പറഞ്ഞു DYSP പോന്നിട്ടുണ്ട് അങ്ങോട്ടെന്ന് പറഞ്ഞു. കേവലം 4 കിലോമീറ്റർ ദൂരമുള്ള തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെങ്ങല പിടിച്ചാൽ 4 കിലോമീറ്റർ ദൂരമുള്ള അൽനസർ കോളേജിലെത്താൻ തൊടുപുഴ DYSPക്ക് 3.25 മണിക്കൂർ സമയം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ചങ്ങാതി തന്റെ പണി എന്ന് ചോദിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ട് എന്ന് സൗമ്യമായി പറയുവാൻ ആഗ്രഹിക്കുക. അതിനെ കാക്കി വേഷമിട്ടുകൊണ്ട് സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന പണിയല്ല, അത് കാബാലിക പണിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഒരു കേസ് കൂടി ഞങ്ങൾ എടുത്തു. ഞങ്ങൾ അതുകൂടി സഹിച്ചുകൊള്ളാം. പക്ഷേ ഉത്തരവിടുന്നതിന് മുൻപ് കേൾക്കുന്ന പോലീസുകാർ മുഴുവൻ നിന്റെ രാഷ്ട്രീയക്കാരോ സ്വന്തക്കാരല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 17 പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാരുടെ വോട്ട് വാങ്ങി ജയിച്ച കോൺഗ്രസ് അനുകൂല പോലീസുകാരുണ്ട് എന്ന് മറന്നുകൊണ്ട് ഏത് നിലയിലും പണി നടത്തി പോകാമെന്ന് വിചാരിച്ചാൽ ഊരിയവാൾ ഉറയിലില്ലെങ്കിൽ തെരുവിൽ തല്ലാനും ഞങ്ങൾക്ക് മടിയില്ല. അന്നേരം നിയമം കൈയെടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നേരെ കുതിര കയറാൻ വരരുത് എന്ന് ശക്തമായി പറയുവാൻ ഞാൻ കേൾക്കുകയാണ്. 2 വർഷക്കാലം സുജിത്തിന്റെ കേസുണ്ടായി. CCTV ക്യാമറകൾ പുറത്തു വരാൻ സമയമെടുത്തു. P. ശശി എന്ന് പറയുന്ന ഒരു മാന്യനുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. സകല ക്രിക്കറ്റുകളുടെയും മുതലാളിയാണവൻ. അവനാണ് കേരളത്തിലെ പോലീസ് നിയന്ത്രിക്കുന്നത്. പോക്കുകുത്തിയായി കേരളത്തിലെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ഇരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത നിർജ്ജീവമായ അവസ്ഥയിൽ നിരന്തരമായ പോലീസ് മർദ്ദനങ്ങൾ കേരളമാകെ അഴിച്ചുവിടുകയാണ്. മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MH സജീവ് അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, കോൺഗ്രസ് നേതാക്കളായ ചാർലി ആന്റണി, ജോസ് അഗസ്റ്റിൻ, ലീലമ്മ ജോസ്, ഷിബിലി സാഹിബ്, ജാഫർ ഖാൻ മുഹമ്മദ്, ടോമി പാലക്കൽ, AK സുഭാഷ് കുമാർ, B. സഞ്ജയകുമാർ, ആലക്കോട് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭൂഭേദഗതി നിയമത്തിന്റെ ചട്ടം കേരളത്തിന്റെ വികസനം സ്തംഭിക്കുമെന്ന് ആം ആദ്മി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. രേഖകൾ തേടിയും പിഴയടിച്ചും കർഷകർ തകരുമെന്നും
അവർ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ കർഷക വിഭാഗമായ കിസാൻ വിങ്ങിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതിനു മുന്നോടിയായി 13-ാം തീയതി കട്ടപ്പന ടൗണിൽ കർഷകരെയും ബഹുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ജനജാഗരണ ഉപവാസം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ഭൂവകാശങ്ങൾ നിരർത്ഥകമാക്കുന്നതിനും കർഷകനെ പാട്ടക്കാരനാക്കാനും മാത്രമേ പുതിയ ഭൂനിയമ ചട്ടം വഴി കഴിയൂ എന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ആരോപിച്ചു. കൃഷിയല്ലാതെ മറ്റൊരു പ്രവർത്തനവും പട്ടയ സ്ഥലത്ത് സാധ്യമാകാതെ വരുന്നതോടെ ഭൂമി വില ഇടിയും. ബാങ്കുകൾ സെക്യൂരിറ്റിയായി ഭൂമി സ്വീകരിക്കാതെ വരുന്നതോടെ വ്യാപാര മേഖലയും തകരും. അതീവ ഗുരുതരമായ ഈ സാഹചര്യം മറച്ചുവെച്ച് സർക്കാരും ഭരണകക്ഷികളും ചട്ടം ഓണസമ്മാനമാണെന്ന് പറയുന്നു. ഭൂരിപക്ഷം സാധാരണക്കാർക്കും ഈ അപകടത്തെക്കുറിച്ച് അറിയില്ല. ഈ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി അതിന്റെ കർഷക വിഭാഗമായ കിസാൻ വിങ്ങിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ ആദ്യപടിയായി 13-ാം തീയതി കട്ടപ്പന ടൗണിൽ കർഷകരെയും ബഹുജനങ്ങളെയും പങ്കെടുപ്പിച്ച് ഏകദിന ജനജാഗരണ ഉപവാസം നടത്തുകയാണ്. പരിപാടി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്യും. 1964 ഭൂപതിവ് നിയമത്തിന്റെ 4-ാം വകുപ്പിൽ കൃഷിക്കും വീട് നിർമ്മാണത്തിനും സമീപ സ്ഥലങ്ങളുടെ ബെനിഫിഷ്യൽ എൻജോയ്മെന്റിനും എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ അകത്ത് കൊമേഴ്സ്യൽ നിർമ്മാണം പറഞ്ഞിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത്ത് അമ്പാൻ കോടതിയിൽ വാദിച്ച് കോടതിയിൽ അംഗീകരിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ഇതാണ്, അതിന് മാത്രം എന്നാണെങ്കിൽ ആ ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയ നിയമത്തിൽ ഒള്ളി എന്നൊരു വാക്ക് കാണണം. അതതിനകത്തില്ല. പക്ഷെ അന്ന് എത്രയാ 1964 ഭൂമി കൊടുക്കുന്ന സമയത്ത് നെടുങ്കണ്ടവും പട്ടംകോളനിയും മറയൂരും ഒക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓർക്കാം. അവിടെ അവന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂമി കൊടുത്തത്. മറ്റു കെട്ടിടങ്ങൾ പണിയുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. കോട്ടയത്ത് നിന്ന് ഇവിടുന്ന് ഒക്കെ ആളെ പിടിച്ചുകൊണ്ട് ഇരുത്തുന്നവർക്ക് നീ അവിടെ വ്യാപാരം നടത്താൻ പറയാൻ അങ്ങനെ ഒരു ആവശ്യം അന്നുണ്ടായിരുന്നില്ല. നമ്മുടെ കേരളത്തിലെ മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഒരു സംശയം ഇടുക്കി ജില്ലയിലെയോ മലയോര പ്രദേശത്തെയോ ഒരു കാര്യമാണെന്ന്. ആ നിയമത്തിലും ചട്ടത്തിലും പറയുന്നുണ്ട് ഇത് കേരളം മൊത്തം വ്യാപകമാണ്. ചട്ടത്തിൽ പറയുന്നു 11 ചട്ടങ്ങളിൽപ്പെടുന്ന ഭൂമി ക്രമവൽക്കരിക്കണം. അപ്പൊ അതിന്റെ അകത്ത് ഒന്ന് മാത്രമാണ് ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം, അല്ലെങ്കിൽ 1993 വനഭൂമി ക്രമീകരിക്കൽ നിയമം. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി കിസാൻ വിംഗ് സംസ്ഥാന കോർഡിനേറ്റർ മാത്യു ജോസ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് എട്ടുതൊട്ടിയിൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് മായ ബാബു, മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് പുന്നൂസ് ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാജാക്കാട് പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ജനകീയ പ്രതിഷേധ സദസ്സും നടത്തി. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കുറ്റവാളികളായ പോലീസുകാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാജാക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജെയ്സൺ ആന്റണി, KPCC മെമ്പർ ബാലൻപിള്ള, DC വൈസ് പ്രസിഡന്റ് KS അരുൺ, ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ്, റോയി ചാത്തനാട്ട്, തോമസ് നിരവത്തുപറമ്പിൽ, ബോസ് പുത്തയത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ DYFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസ് മാർച്ച് നടത്തി. DYFI ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് DYFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസ് മാർച്ച് നടത്തിയത്. പൈനാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DYFI ഇടുക്കി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി എന്ന് പറയുന്ന നമ്മുടെ ജില്ലയിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ദിനംപ്രതി ആശ്രയിക്കുന്ന ഈ ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം, ആ ആശുപത്രികളുടെ പ്രവർത്തനം സംബന്ധിച്ച് കേരളത്തിലെ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആഗ്രഹിക്കുകയും ആ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ ഭാഗമായി പൊതു ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുവാൻ
ഇടുക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് DMO ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് DMO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തികച്ചും തെറ്റായ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുവാൻ DYFI തീരുമാനിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ ബി അനൂപ് അധ്യക്ഷത വഹിച്ചു. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ്, MS ശരത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. മാർച്ച് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷത വഹിച്ച യോഗം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായിരുന്ന ശ്രീ VS സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ച് വളരെ വിവരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ആ ഒരു പോലീസ് മർദ്ദനത്തിന് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതോടൊപ്പം തന്നെ പോലീസ് ഇന്ന് ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ആ ഒരു നടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത് ഇന്ന് ഇടിമൈത്രി പോലീസാക്കി മാറ്റിയിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് നയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ ഉടനീളം എല്ലാ പോലീസ് സ്റ്റേഷന് മുമ്പിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. DCC സെക്രട്ടറി M പുരുഷോത്തമൻ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രതിഷേധ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് വക്കച്ചൻ വയലിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയിമോൻ സണ്ണി, PD ശോശാമ്മ, PK മോഹൻദാസ്, ബിനോയ് വർക്കി, അപ്പുക്കുട്ടൻ മാടവന, ടോമി താണോലി, സുകുമാരൻ കുന്നംപുറത്ത്, അപ്പച്ചൻ ഏറത്തേൽ, ഐസൻ ജിത്ത്, നാരായണൻ കുന്നിനിയിൽ എന്നിവർ സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പട്ടികവർഗ സങ്കേതങ്ങൾ റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കി ഉപാധിരഹിത പട്ടയം നൽകണമെന്ന് അഖില തിരുവിതാംകൂർ മലയാരയ മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും 12, 13 തീയതികളിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു. തുടർന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും വ്യക്തമാക്കി. പട്ടികവർഗ സങ്കേതങ്ങൾ, ഊരുകൾ എന്നിവ റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്യുമ്പോൾ പട്ടികവർഗക്കാരുടെ കൈവശ ഭൂമിക്ക് ഉപാധിരഹിത പട്ടയം നൽകണമെന്ന് അഖില തിരുവിതാംകൂർ മലയാരയ മഹാസഭ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അനന്തരാവകാശികൾക്ക് ഭൂമി കൈമാറുന്നതിനെ തുടർന്ന് നിലവിൽ വരുന്ന സബ് ഡിവിഷൻ സർവേ നമ്പറിന്റെയും തണ്ടപ്പേർ നമ്പറിന്റെയും മുൻപിലായി FR എന്ന അക്ഷരങ്ങൾ നിർബന്ധമായും ചേർക്കേണ്ടതാണെന്ന നിർദ്ദേശം അംഗീകരിക്കാനാവില്ല. വനനിയമത്തിന്റെ പരിധിക്ക് പുറത്തുള്ള പ്രദേശങ്ങളും തലമുറകളോളം വനമായി നിലനിർത്തുന്നതിനുള്ള ഗൂഢപദ്ധതിയാണ്. റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് റദ്ദാക്കി പട്ടികവർഗക്കാർക്ക് ഉപാധിരഹിത പട്ടയം ലഭിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു. അഖില തിരുവിതാംകൂർ മലയാരയ മഹാസഭയുടെ നേതൃത്വത്തിൽ ഈ മാസം 12, 13 തീയതികളിൽ ഇടുക്കി, കോട്ടയം ജില്ലകളിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. തുടർന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഇത് നമ്മൾ ആദ്യമേ കാണുമ്പോൾ വളരെ ആകർഷകമായി തോന്നുന്നുണ്ട് ഈ സർക്കാർ ഉത്തരവ്. ഇത്രയും മേഖലകളെ റവന്യൂ വില്ലേജുകളായിട്ട് മാറ്റപ്പെട്ടുമ്പോൾ അതിന് പ്രയോജനം റവന്യൂ വില്ലേജ് അത്രയും വനഭൂമി റവന്യൂ വില്ലേജുകളുടെ ആയി മാറും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആ ഉത്തരവിൻ്റെ അംഗരാഷ്ട്രം നോക്കുമ്പോൾ അതിൻ്റെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് വേറെ ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഇത്രയും പ്രദേശങ്ങൾ 566 വനവാസി വില്ലേജുകൾ, കോളനികൾ നമ്മളെ റവന്യൂ വില്ലേജുമായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ അതിൽ തന്നെ അവർ പറയുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ റവന്യൂ വില്ലേജുകൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും റവന്യൂ വകുപ്പിൻ്റെതാണ്. പക്ഷെ ഇതിൽ വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ പ്രദേശങ്ങൾ പട്ടയം കൊടുക്കുമ്പോൾ അതിൽ ചില ക്രമീകരണങ്ങൾ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ സ്പെഷ്യൽ തണ്ടപ്പേര് രജിസ്റ്റർ, അതുപോലെ സ്പെഷ്യൽ സർവേ നമ്പർ, ഡിജിറ്റൽ സർവേ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഇതിലേക്ക്
റവന്യൂ വകുപ്പിലേക്ക് വരുന്നത്. അപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ വരുമ്പോൾ FR എന്ന് പറഞ്ഞ 2 അക്ഷരം ഈ പട്ടയങ്ങളിലും രേഖകളിലും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് ചെയ്യുന്നത്. FR എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് റൈറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. അപ്പോൾ റവന്യൂ വകുപ്പിലേക്ക് ഈ ഭൂമി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഉടമസ്ഥാവകാശം ഈ വനം വകുപ്പിന് വെസ്റ്റഡ് ആയിരിക്കും. അങ്ങനെ വന്നാൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വനം വകുപ്പിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാകും, ഈ വസ്തുക്കൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ നിഗമനം. എന്ന് പറഞ്ഞാൽ വനം വകുപ്പിൻ്റെ നിയന്ത്രണമായിരിക്കും പട്ടയ ഭൂമി ഉണ്ടാവുക. ഒരു ഭൂമിക്ക് 2 അവകാശികൾ വരുന്നു, ഒന്ന് റവന്യൂ വകുപ്പ്, മറ്റൊന്ന് വനം വകുപ്പ്. അത് ഒരിക്കലും പ്രായോഗികമാകുന്ന കാര്യം അല്ല, പ്രസക്തമായ കാര്യമാണ്. രണ്ടാമതായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ്, അത് പട്ടയമാണെങ്കിലും കൈവശാവകാശ രേഖ എന്ത് തന്നെയാണെങ്കിലും ഇത് നോൺ ട്രാൻസ്ഫറബിൾ എന്നാണ് പറയുന്നത്. കൈമാറ്റം ചെയ്യാനാവില്ല. കൈമാറ്റം പറ്റുന്നത് ലീഗൽ ആയിട്ട് വരുന്ന ആളുകൾക്ക്, അത് പരമ്പരാഗത അവകാശികൾക്ക്, ഹേഴ്സിന് മാത്രമേ ഇതിൻ്റെ ഈ കൈമാറ്റം ചെയ്യാൻ പറ്റുകയുള്ളൂ. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഖില തിരുവിതാംകൂർ മലയാരയ മഹാസഭ പ്രസിഡന്റ് KV ശങ്കരൻ, ജനറൽ സെക്രട്ടറി PK ശശി, ജോയിന്റ് സെക്രട്ടറി TI ലീല, മേഖലാ ചെയർമാൻ PK രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫ്യൂജി ഗംഗയും തൊടുപുഴ സോക്കർ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ 1ാമത് ജെയിംസ് വി ജോർജ് മെമ്മോറിയൽ ഇന്റർ കോളേജ് ഫുട്ബോൾ ടൂർണമെന്റ് തൊടുപുഴ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ ഉദ്ഘാടനം നിർവഹിച്ചു. 11-ന് വൈകിട്ട് 4 നടക്കുന്ന സമാപന സമ്മേളനം കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ ഷറഫ് അലി ഉദ്ഘാടനം ചെയ്യും. ഫ്യൂജി ഗംഗയുടെയും തൊടുപുഴ സോക്കർ സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 1ാമത് ജെയിംസ് വി ജോർജ് മെമ്മോറിയൽ ഇന്റർ കോളേജ് ഫുട്ബോൾ ടൂർണമെന്റ് തൊടുപുഴ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റു പൈപ്പ് ലൈനിലേക്ക് നമുക്ക് കുട്ടികളെ കൊടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്പാകുന്ന കാര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനൊരിക്കൽ AFCയുടെ സെക്രട്ടറി എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സൗത്ത് കൊറിയ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്, ഇന്ത്യ ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 15 വയസ്സിന് ശേഷമുള്ള കോമ്പറ്റീഷൻ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. കൂടുതൽ മത്സരങ്ങളിൽ ആൾക്കാർ പങ്കെടുക്കുന്നു, കൂടുതൽ കോമ്പറ്റീറ്റീവ് ആവുന്നു, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം സ്ട്രോങ് ആകുന്നു. അതാണ് ഈ കൊറിയൻ ടീം ഇത്ര സ്ട്രോങ് ആയിട്ട് വരാനുണ്ടായ കാരണമെന്ന് പറയുന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം NP പ്രദീപ് കിക്ക് ഓഫ് നിർവഹിച്ചു. 11-ന് തേവര SH കോളേജ് ഹാളിൽ അനുസ്മരണ സമ്മേളനവും മത്സര വിജയികൾക്ക് ഫ്യൂജി ഗംഗ നൽകുന്ന ട്രോഫിയും ക്യാഷ് അവാർഡും, 2ാം സ്ഥാനക്കാർക്ക് ചാപ്റ്റർ അക്കാദമി നൽകുന്ന ട്രോഫിയും ക്യാഷ് അവാർഡും മുൻ ഒളിമ്പ്യനും അർജുന അവാർഡ് ജേതാവുമായ മേഴ്സി കുട്ടപ്പൻ ഏറ്റുവാങ്ങുന്നതായിരിക്കും. ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി മുൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി അനിൽകുമാർ P മുഖ്യ അതിഥിയായി പങ്കെടുക്കും. 11-ാം തീയതി 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ ഷറഫ് അലി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക്, അസോസിയേഷൻ ഹോണററി പ്രസിഡന്റ് ടോം ജോസ് കുന്നേൽ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചെറു ചൂട് ചായ നൽകുന്ന ഉന്മേഷം ചെറുതല്ല, അതും രുചികരം കൂടിയാണെങ്കിൽ സന്തോഷം ഇരട്ടിക്കും. അങ്ങനെ ഉന്മേഷവും സന്തോഷവും ഒരുപോലെ പ്രദാനം ചെയ്യുന്ന ചായ കുടിക്കാൻ പറ്റിയ ഒരിടമാണ് തൊടുപുഴ KR ബേക്കറി. കാണാം KR ബേക്കറിയിലെ ചായ വിശേഷങ്ങൾ. വിനു ജോസഫ് മുട്ടം തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്ഷീണിച്ചു വലഞ്ഞിരിക്കുമ്പോൾ ചെറു ചൂട് ചായ ഊതിക്കുടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം മനസ്സിന് മാത്രമല്ല ശരീരത്തിനും പുത്തനുണർവ് നൽകും. എന്നാൽ ഈ ചായ പലരും പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത് എന്ന് മാത്രം. അതുകൊണ്ടാണ് ചായയുടെ രുചി മാറുന്നത്. പുത്തനുണർവിനൊപ്പം രുചിയും നൽകുന്ന ചായയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടത്. അങ്ങനെ ഒരിടമാണ് തൊടുപുഴയിലെ KR ബേക്കറി. ഇവിടുത്തെ ചായ വളരെ രുചിയേറിയതാണെന്നാണ് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ 11 വർഷമായി കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന KR ബേക്കറിയിൽ ചായയോടൊപ്പം രുചികരമായി തയ്യാറാക്കുന്ന ഇലയട, വട്ടയപ്പം, കോഴിക്കട്ട തുടങ്ങി സാൻഡ്വിച്ചും കട്ട്ലേറ്റും കുക്കീസും വരെയുണ്ട്. കഴിഞ്ഞ 11 വർഷമായി ഞങ്ങൾ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന KR ബേക്കറി രുചികരമായ ചായയും മറ്റു പലഹാരങ്ങളും ഇവിടുന്ന് നൽകുന്നു. KR ബേക്കേഴ്സിൻ്റെ
എല്ലാ കടകളും പോലെ ഇവിടെ നിന്നും എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് നല്ല രുചിയോടുകൂടി കഴിക്കുന്നതിന് സാധ്യമാണ്. ഷവർമ, ഗ്രിൽഡ്, അൽഫാം എന്നിവ കിട്ടുന്നത്. കൂടാതെ മറ്റ് ബിസ്ക്കറ്റ് ഐറ്റങ്ങൾ, മിക്സ്ചറുകൾ എല്ലാം അന്നൊന്ന് 2 ദിവസം 1 ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം ഇവിടെ കൊടുക്കത്തക്ക വിധത്തിലുള്ള സംവിധാനമാണ് KR ബേക്കറി ചെയ്തിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഫ്രഷായിട്ട് കൊടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നത് ഞങ്ങളാണ്. ഏറ്റവും രുചികരമായ ഭക്ഷണം ചൂടോടെ കഴിക്കാൻ KR ബേക്കറിയിൽ എത്താം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വില്ലടിച്ചാൻ പാട്ട് അഥവാ വിൽപ്പാട്ട് എന്നീ പേരുകളിൽ കേരളത്തിലും തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും പണ്ട് മുതലൊക്കെ നിലനിന്നിരുന്ന ഒരു കലാരൂപം. പണ്ട് രാജാക്കന്മാർ നായാട്ടിന് പരിവാര സമേതം പോയിരുന്ന കാലഘട്ടത്തിൽ അവർ നായാട്ട് കഴിഞ്ഞ് ക്ഷീണമകറ്റാൻ മരത്തണലിൽ ഒത്തുചേരുമ്പോൾ അവരുടെ കയ്യിലുള്ള വില്ല് തിരിച്ചു വെച്ചുകൊണ്ട് അതിന്റെ ഞാണിന്മേൽ അമ്പുകൊണ്ട് കൊട്ടിപ്പാടിയിരുന്ന പാട്ടുകളാണ് പിൽക്കാലത്ത് വില്ലടിച്ചാൻ പാട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. തൊടുപുഴ ഡിവൈൻ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു കൂട്ടം കലാകാരന്മാർ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയ വില്ലടിച്ചാൻ പാട്ട് കാണാം. സമ്പൽ സമൃദ്ധമായ രാജ്യഭരണത്തിൽ അസൂയ പൂണ്ട ദേവന്മാർ ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ മഹാവിഷ്ണുവിനെ കണ്ട് തങ്ങളുടെ ആശങ്ക അറിയിച്ചു. അല്ലാശാനെ, ഇത്രയും നല്ല ഭരണം കാഴ്ചവെച്ചിട്ടും ദേവന്മാർ അസൂയപ്പെട്ടത് എന്തിനാണ്? പറയാം, കേട്ടുകൊള്ളൂ. മഹാബലിയുടെ സൽഭരണത്തിൽ അസൂയ പൂണ്ട ദേവേന്ദ്രൻ തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ജഗദാദിമനാദിമജം പുരുഷം ശരദം വരതുല്യതനും വിതനും ധൃതകഞ്ചരധാംഗഗദം വിഗദം പ്രണമാമി രമാധിപതിം തമഹം. ജഗദാദിമനാദിമജം പുരുഷം ശരദം വരതുല്യതനും വിതനും. പ്രജാതൽപരനായ മഹാബലി തമ്പുരാന്റെ പ്രൗഢഗംഭീരമായ കൊട്ടാര സമുച്ചയം. അതാ ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ സർവാംഗ സുന്ദരിയായ ഒരു തരുണിമണി ഉലാത്തുന്നു. ആഹാ, അതിമനോഹരം! ആഹാ, അതിമനോഹരം, അതീവ സുന്ദരി. ആരാണാശാനെ ആ സുന്ദരിയായ തരുണീമണി? അതാണ് മഹാബലി തമ്പുരാന്റെ പൊന്നോമന പുത്രി, ദേവന്മാരുടെ പോലും ഉറക്കം കെടുത്തുന്ന അപ്സര കന്യക. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം. ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം. തന്റെ പിതാവിന്റെ ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ രാജ്യഭരണത്തിൽ അഭിമാന പുളകിതയായ അവൾ ആഹ്ലാദം കൊണ്ട് നൃത്തച്ചുവടുകൾ വെച്ചു. ദാനധർമ്മസ്ഥനായ മഹാബലി തമ്പുരാൻ 3 അടി മണ്ണ് അളന്നെടുത്തുകൊള്ളുവാൻ സമ്മതിച്ചു. അപ്പോൾ പെട്ടെന്ന് മുനികുമാരനായി വന്ന വാമനൻ ആകാശം മുട്ടെ വളരുകയും 2 അടി അളന്നപ്പോൾ തന്നെ സർവ്വലോകവും കാൽക്കീഴിൽ ആക്കുകയും ചെയ്തു. വാമനൻ 3ാമത്തെ കാൽച്ചുവട് മഹാബലിയുടെ ശിരസിൽ വെച്ചു. എല്ലാ വർഷവും എൻ്റെ ജന്മദിനമായ ശ്രാവണമാസത്തിലെ തിരുവോണനാളിൽ അങ്ങയുടെ പ്രജകളെ വന്ന് കാണുവാൻ നാം അനുവാദം തന്നിരിക്കുന്നു. ധർമ്മിഷ്ഠനായ മഹാബലി തമ്പുരാൻ അങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു. ആ പുണ്യാത്മാവിനെ ഈ തിരുവോണനാളിൽ മനം നിറഞ്ഞ് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും നമുക്കൊന്നിച്ചു വരവേൽക്കാം.
വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം വാ പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം ഓണപ്പൂവേ തുമ്പപ്പൂവേ നീ വാ പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം വാ പൂവേ ഓടി വാ പൂവേ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പീരുമേട് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പീരുമേട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പീരുമേട് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പീരുമേട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. ഒളി ക്യാമറയും മാങ്ങാമോഷണവും തൊണ്ടിമുതൽ അടിച്ചുമാറ്റലും നടത്തിയ സംസ്ഥാന പോലീസ് സേനയ്ക്ക് മറ്റൊരു നാണക്കേട് കൂടി സമ്മാനിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച സംഭവം. ഇതിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ ജനകീയ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പീരുമേട് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പീരുമേട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചത്. പീരുമേട് ടൗൺ ചുറ്റിയെത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ജനകീയ പ്രതിഷേധ സദസ്സിൽ കോൺഗ്രസ് പീരുമേട് മണ്ഡലം പ്രസിഡന്റ് K രാജൻ അധ്യക്ഷനായിരുന്നു. ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് അജിത് ദിവാകരൻ സ്വാഗതം ആശംസിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റിനെ അതിക്രൂരമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനില് അവിടുത്തെ SI നുഹ്മാനും അതുപോലെ തന്നെ മറ്റ് 4 CPOമാരും കൂടി ചേർന്നുകൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ച സംഭവം കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ നടുക്കിയിരിക്കുന്ന ഒരു വേദനയുള്ള സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ചില പൊടിക്കൈകളിലെ സസ്പെൻഷൻ അടക്കമുള്ള പൊടിക്കൈകളിൽ മാത്രം ആ നടപടികൾ ചുരുക്കിക്കൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന പൊള്ളത്തരത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെമ്പാട് കോൺഗ്രസ് പ്രവർത്തകര് ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് സമരവും പ്രതിഷേധവും ഒക്കെ ആയിട്ട് കടന്നു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ആവശ്യം 4 പോലീസ് ഉദ്യോഗസ്ഥന്മാര് SI അടക്കം 5 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. സുജിത്തിനെ മർദ്ദിച്ച കാബാലികന്മാർക്കെതിരെ അതിശക്തമായ നടപടികൾ എടുക്കണം. മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാവണം. മുൻ KPCC അംഗം ഷാഹുൽ ഹമീദ്, INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK രാജൻ, DCC സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, നേതാക്കളായ P രാജൻ, CK അനീഷ്, N അഷ്റഫ്, മനോജ് രാജൻ, NP ഫിലിപ്പ്, ബിജു ഗോപാലൻ, PM ജോയി, OH ഷാജി, മജു P ജോർജ്, KN നജീബ്, G മഹേന്ദ്രൻ, PK വിജയൻ, ഉമർ ഫാറൂഖ്, നിത്യ എഡ്വിൻ, സാലമ വർഗീസ് തുടങ്ങിയവർ ജനകീയ പ്രതിഷേധ സദസ്സിൽ പ്രസംഗിച്ചു. VBC ന്യൂസ്, പീരുമേട്. ആദ്യ കുർബാന സ്വീകരണം നടത്തി കാളിയാർ തോട്ടുങ്കര ജോജോ മനീഷ ദമ്പതികളുടെ മകൾ ജുവൽ മേരി ജോജോയുടെ ആദ്യ കുർബാന സ്വീകരണം കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ നടന്നു. ഫാദർ മനോജ് തോട്ടുങ്കര, ഫാദർ ജോൺസൺ പാലാപ്പള്ളി CMI എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പാരീഷ് ഹാളിൽ റിസപ്ഷനും നടന്നു. ആദ്യ കുർബാന സ്വീകരണം നടത്തി. കാളിയാർ തോട്ടുംകര ജോജോ മനീഷ ദമ്പതികളുടെ മകൾ ജുവൽ മേരി ജോജോയുടെ ആദ്യ കുർബാന സ്വീകരണം കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ നടന്നു. ഫാദർ മനോജ് തോട്ടുംകര, ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഒരു
ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയ അനുഭവമായ ദിവ്യകാരുണ്യ അനുഭവം ജീവൻ സ്വീകരിക്കുന്ന ഏറ്റുവാങ്ങുന്ന വിശുദ്ധ മുഹൂർത്തങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ മഹനീയ വേളയിൽ വിശുദ്ധ മുഹൂർത്തത്തിൽ ജീവനിൽ ഉപദേശങ്ങളോ മറ്റൊന്നും ആവശ്യമില്ല എന്നെനിക്കറിയാം. ജീവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാൻ ജോസ് CMI പബ്ലിക് സ്കൂളിലെ 1100-ലധികം കുട്ടികളിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ജീവൻ. കാരണം ജീവൻ പഠിക്കുന്ന 5Cയിലെ ഒരു അധ്യാപകൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ജീവനെ ശ്രദ്ധിക്കാറുണ്ട്. ജീവനെ ശ്രദ്ധയെ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവളുടെ പ്രസാദാത്മകമായ പെരുമാറ്റം, ദൈവഭക്തിയും ഗുരുഭക്തിയും അച്ചടക്കവും എല്ലാം ഒത്തുടങ്ങിയ ജീവിതശൈലി. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഓരോ പ്രാവശ്യവും ക്ലാസ്സുകൾ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയും, ആദ്യ കുർബാന സ്വീകരണത്തിന് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിറ്റി വരണം എന്ന് അവൾ എന്നെ നിരന്തരമായിട്ട് ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവ്യകാരുണ്യ അനുഭവത്തെ എന്തുമാത്രം ഗൗരവത്തോടും അതുപോലെ തന്നെ ജിജ്ഞാസയോടും ആകാംക്ഷയോടും കൂടിയാണ് ജീവൽ കാത്തിരുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണം മാത്രമാണിത്. തുടർന്ന് പാരിഷ് ഹാളിൽ റിസപ്ഷനും നടന്നു. തൊടുപുഴ വളമറ്റൻ ഡിവൈൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഒളമറ്റം ഡിവൈൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മിഠായി പെറുക്കൽ, കസേരകളി, ആനയ്ക്ക് വാലുവരയ്ക്കൽ, വടംവലി തുടങ്ങിയ വിവിധ മത്സരങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KM മണി കളപ്പുരയ്ക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജെൻസൺ ജോസഫ് സ്വാഗതവും ട്രാക്ക് പ്രസിഡന്റ് PN ശശി മുഖ്യപ്രഭാഷണവും നടത്തി. വാർഡ് കൗൺസിലർ ഷീൻ വർഗീസ് ആശംസ നേർന്നു. ഉലഹന്നാൻ ജോസഫ് പുളിമൂട്ടിൽ സമ്മാന വിതരണവും നിർവഹിച്ചു. പാതിരാക്കിളി ഒരു പാൽക്കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. കോലത്തിൽ വെച്ചു കുറുമുഴിക്കുന്നിൽ വെച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു, നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു. പെണ്ണാണു നീ
തുടർന്ന് വിവിധ മത്സരങ്ങളും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയൻ ഭരണത്തിൽ കേരള പോലീസ് ശവന്തീനികളായി മാറിയെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു കുറ്റപ്പെടുത്തി. തൊടുപുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച സമര സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂഭേദഗതി നിയമത്തിന്റെ ചട്ടം കേരളത്തിന്റെ വികസനം സ്തംഭിക്കുമെന്ന് ആം ആദ്മി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എതിരെ DYFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പട്ടികവർഗ സങ്കേതങ്ങളെ റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കി ഉപാധിരഹിത പട്ടയം നൽകണമെന്ന് അഖില തിരുവിതാംകൂർ മലയറിയ മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.